സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസീവർ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡിനെ പറ്റിയാണ്. സോ റിസീവർ ഇൻ ദ കനാൽ, ഈ ഹിയറിംഗ് എയ്ഡിനൊക്കെ മെയിൻ ഫീച്ചർ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഇപ്പം ബിഹൈൻഡ് ദ ഇയർ, റിസീവർ ഇൻ ദ കനാൽ, ഇൻവിസിബിൾ ഇൻ ദ ഇയർ, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ. സോ അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് എന്നാണ് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ റിസീവർ ഇൻ ദ കനാലിലോട്ട് വരുവാണെങ്കിൽ ഇത് കാഴ്ചയിൽ ബിഹൈൻഡ് ദ ഇയറുമായിട്ട് സാമ്യത ഉണ്ടെങ്കിൽ കൂടെ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസീവറും സ്പീക്കറും ഒക്കെ ചെവിയുടെ ഉള്ളിലോട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ബോഡി അതുപോലെ തന്നെ ചെവിയുടെ പുറകിലും ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു തിൻ ട്യൂബ് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ചെവിയുടെ ഭാഗത്തേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ഡോംസ് വെച്ചിട്ട് പല ഡോംസ് ഉണ്ട്. ഈ ഡോംസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡോംസ് വെച്ച് കണക്ട് ചെയ്തിട്ട് ചെവിയുടെ അകത്തേക്ക് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കാഴ്ചയിൽ ബിഹൈൻഡ് ഇയറിനേക്കാളും കുറച്ചുകൂടി ഇൻവിസിബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ, ഏജ്ഡ് ആയിട്ട് വരുന്ന ഹിയറിംഗ് ലോസസ്, സ്ലോപ്പിംഗ് പാറ്റേൺ ഉള്ള ഹിയറിംഗ് ലോസസിലൊക്കെ നമുക്കിത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്.